നടിയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികളുമായി പോലീസ് കോയമ്പത്തൂരിലെത്തി തെളിവെടുപ്പ് നടത്തി. പ്രതികൾ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞ വീട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോണും ടാബും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച പൾസർ ബൈക്കിന്റെ ഉടമയെ പീളമേട് നിന്നും കണ്ടെത്തി. ബൈക്ക് മോഷണം പോയതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. പുലർച്ചെയാണ് പൾസർ സുനിയെയും വിജീഷിനെയും കൊണ്ട് അന്വേഷണ സംഘം തെളിവെടുപ്പിനായി കോയമ്പത്തൂരിലെത്തിയത്. പ്രതികൾ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശ്രീറാം നഗറിലുള്ള വീട്ടിൽ സംഘം പരിശോധന നടത്തി. വീടിനുള്ളിൽ നിന്നും ഒരു മൊബൈൽ ഫോണും ടാബും കണ്ടെടുത്തു. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുന്നോടിയായി പോലീസ് സീൽ ചെയ്തു. വീട്ടുടമയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പ്രതികളെ മുൻപരിചയമില്ലെന്നും ചാർലി എന്നൊരാളാണ് പരിചയപ്പെടുത്തിയതെന്നും കെട്ടിട ഉടമ പോലീസിനോട് പറഞ്ഞു. ചാർലി ഒളിവിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കഴിഞ്ഞ തിങ്കളാഴ്ച കോയമ്പത്തൂരിലെത്തിയ പ്രതികൾ ബുധനാഴ്ചയാണ് മടങ്ങിയത്. അന്വേഷണ സംഘം കോയമ്പത്തൂരിൽ എത്തിയതറിഞ്ഞാണ് രക്ഷപ്പെട്ടതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. പിളമേട് സ്വദേശി ശെൽവൻ എന്നൊരാളുടെ ബൈക്കുമായാണ് രക്ഷപ്പെട്ടത്. ശെൽവനെ പോലീസ് പിന്നീട് കണ്ടെത്തി. ബൈക്ക് മോഷണം പോയതാണെന്നും താക്കോൽ തന്റെ കൈവശമുണ്ടെന്നും ശെൽവൻ പോലീസിനോട് പറഞ്ഞു. ആലുവ ഡിവൈഎസ്പി ബാബുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളുമായി കോയമ്പത്തൂരിലെത്തിയത്. കോയമ്പത്തൂരിലെ തെളിവെടുപ്പ് ഇന്ന് തന്നെ പൂർത്തിയാക്കി കൊച്ചിക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തുടർന്ന് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ മറ്റിടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനിടെ കഴിഞ്ഞ ദിവസം പൊന്നുരുന്നിയിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോൺ, ടാബ്, പെൻഡ്രൈവ്, മെമ്മറി കാർഡ് എന്നിവ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഗൂഢാലോചനയില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഗൂഢാലോചനയില്ലെന്ന് ഒരു മാധ്യമത്തിൽ വാർത്ത വന്നിരുന്നു. ഈ വാർത്തയെക്കുറിച്ച് പറയുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താങ്കൾ പറഞ്ഞതിന് വിരുദ്ധമല്ല, ഞാൻ ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ കാളെ പെറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പാടില്ല. എന്താണ് സംഭവിച്ചത്? ഞാൻ ദീപികയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അന്ന് സ്റ്റേജിൽ എനിക്കൊരു പത്രം കിട്ടും. ആ പത്രത്തിൽ ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു റിപ്പോർട്ട് കാണുന്നു. ഇത് എനിക്ക് ഔദ്യോഗികമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയല്ല, ഇങ്ങനെ റിപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണത്തിന് പുറപ്പെട്ടു. ആ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ എല്ലാവരെയും പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പിടികിട്ടി കഴിഞ്ഞ സാഹചര്യത്തിൽ കാര്യങ്ങൾ അവരന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. ഇതാണ് ഞാൻ പറഞ്ഞത്. നടിയെ ആക്രമിച്ച സംഭവം സംബന്ധിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ ഗൂഢനീക്കം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ CBI അന്വേഷണം വേണമെന്ന് സുധീരനും BJP നേതാക്കളായ V മുരളീധരനും കുമ്മനം രാജശേഖരനും ആവശ്യപ്പെട്ടു. അതേസമയം K സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്നും VM സുധീരൻ പറഞ്ഞു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരു കേസ് അന്വേഷണം നടക്കുമ്പോൾ ആ കേസ് അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ ഗൂഢാലോചനയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ പിന്നിൽ കൂടുതൽ വസ്തുതകൾ പുറത്തു വരുമെന്ന് പലരും ഭയപ്പെടുന്നു. ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആകെ ഒരു പോംവഴി അവശേഷിച്ചിട്ടുള്ളത് സത്യം പുറത്തു വരുന്നതിന് CBI അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണ്. സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തേ മതിയാകൂ. അക്രമങ്ങൾക്കുള്ള പരസ്യമായ ആഹ്വാനമാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിശ്വാസ്യതയുള്ള ഒരു ഏജൻസിയെ ഈ അന്വേഷണം ഏൽപ്പിക്കണം. അത് കേന്ദ്ര ഏജൻസിയാവാം, അത് കോടതിയാവാം. അതിലൂടെ മാത്രമേ സത്യം പുറത്തു വരുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലും അന്വേഷണം CBIക്ക് വിട്ടുകൊടുക്കണമെന്നാണ്. അല്ല, സുരേന്ദ്രൻ തടയും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. തടയുമെന്ന് പറഞ്ഞിട്ടില്ല. കാലുകുത്താൻ സമ്മതിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടി പോലീസ് സേനയുടെയും നാടിന്റെയും മാനം കാത്ത അന്വേഷണ സംഘത്തിന് സഹപ്രവർത്തകരുടെ ആദരം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്വേഷണ സംഘാംഗങ്ങൾക്ക് കൊച്ചിയിൽ സ്വീകരണം നൽകി. നാട് ആഗ്രഹിച്ചത് ചെയ്ത പോലീസുകാരെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നുവെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മേജർ രവി പറഞ്ഞു. പ്രതികളെ അതിവേഗതയിൽ ഇരുമ്പഴിക്കുള്ളിലാക്കുന്നതിന് പോലീസ് നടത്തിയ കഠിന പ്രയത്നത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടായിരുന്നു സംവിധായകൻ മേജർ രവി സംസാരിച്ചു തുടങ്ങിയത്. പോലീസിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ വിടാതെ അവനെ പിടിവിട്ടില്ല. ചവിട്ട് കൊണ്ടിട്ടും അവനെ പിടിച്ച് ചവിട്ടിക്കൂട്ടി വണ്ടിക്കകത്ത് കെട്ടി കൊണ്ടുവന്ന് കണ്ടപ്പം അഭിമാനം തോന്നി. ഇനിയും നമ്മുടെ സമൂഹം ഇതുപോലുള്ള പ്രവൃത്തികൾ കാണുന്ന സമയത്ത് ഈ പോലീസിനെ അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപമാനിക്കാതിരുന്നാൽ മതി. പ്രതികളെ പിടികൂടാൻ നടത്തിയ ശ്രമങ്ങൾക്കിടെ പോലീസിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ വ്യക്തമാക്കുന്നതായിരുന്നു അന്വേഷണ സംഘ തലവൻ IG P. വിജയന്റെ വാക്കുകൾ.
പ്രതിയെ പിടികൂടിയ രീതിയെ ചൊല്ലി ചിലർ വലിയ വിവാദമുയർത്തുന്നു. ഇത് സമൂഹത്തിന് എന്തു ഗുണം ചെയ്തുവെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ എന്ന് IG പറഞ്ഞു. നമ്മൾ വിവാദങ്ങളെല്ലാം സൃഷ്ടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ചർച്ചകളെല്ലാം വിവാദങ്ങളെല്ലാം നമ്മളെ നന്മയിലേക്കാണോ പോകുന്നത്, അതല്ല നമ്മൾക്ക് ഗുണകരമല്ലാതെ പോകുന്നുണ്ടോ എന്ന് സമൂഹം ചിന്തിക്കേണ്ടതുകൊണ്ടെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് സുരക്ഷിതത്വത്തിലേക്കാണോ പോകുന്നത്, സുരക്ഷിതമില്ലായ്മയിലേക്കാണോ പോകുന്നതെന്ന് ആലോചിക്കുന്നത്. കേസന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളാവുകയും പ്രതികളെ പിടികൂടാൻ കഠിന പ്രയത്നം നടത്തുകയും ചെയ്ത സേനാംഗങ്ങൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് കോട്ട് നൽകി സഹായിച്ച വക്കീലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി G. സുധാകരൻ ആലപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഭിഭാഷകന്റെ കോട്ടിട്ടുണ്ടോ എന്നല്ലേ, ആൾമാറാട്ടമല്ലേ, അതിന് കേസെടുക്കണ പേരിൽ അഭിഭാഷകന്റെ പേരിലും കേസെടുക്കണം. കോടതിയിൽ വാദിക്കേണ്ട കോടതി ക്രിമിനലിന് കൊടുത്തതിനെ അഭിഭാഷകർക്ക് ക്യാൻസൽ ചെയ്യേണ്ടതാണ് നിയമപ്രകാരം. അഭിഭാഷകരുടെ ജൂറിസ്പ്രുഡൻസ് ക്യാൻസൽ ചെയ്യണം, കേസെടുക്കണം, ഇതിന് കേസെടുക്കേണ്ടതാണ്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയെ തെരഞ്ഞെടുത്തു. പ്രൊഫസർ ഖാദർ മൊയ്തീനാണ് ദേശീയ അധ്യക്ഷൻ. ചെന്നൈയിൽ നടന്ന ദേശീയ പ്രവർത്തക സമിതി യോഗമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ. ET മുഹമ്മദ് ബഷീറാണ് പുതിയ ഓർഗനൈസിംഗ് സെക്രട്ടറി. PV അബ്ദുൽ വഹാബിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. പീപ്പിൾ ഇംപാക്ട്. ചീമേനി ജയിലിൽ ഗോപൂജ നടത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തരുതെന്ന് മുഖ്യമന്ത്രി. നിയമത്തിന് അതീതമായി ആർക്കും സൗകര്യമൊരുക്കരുതെന്നും അഴിമതിക്കാരുടെ പ്രലോഭനത്തിൽ വീഴരുതെന്നും പിണറായി പറഞ്ഞു. കാസർകോട് ചീമേനി തുറന്ന ജയിലിലെ ഗോപൂജയുടെ ദൃശ്യങ്ങൾ പീപ്പിൾ TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഈശ്വരന്റെ പേരിലായാലും നിയമലംഘനം അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി. ഈ ഈശ്വരൻ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പല രൂപങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം പശുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അവിടെ നിയമലംഘനമാണ് നടന്നത്. നിയമലംഘനം നടത്താനുള്ളവരല്ല ഉദ്യോഗസ്ഥർ. ഈശ്വരന്റെ പേരിലായാലും നിയമലംഘനം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് അവകാശമില്ല. പുതിയ ജയിൽ ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. DGP ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം തീപിടുത്തം. വടക്കേനടയ്ക്ക് സമീപമാണ് തീപിടിച്ചത്. പോസ്റ്റ് ഓഫീസിന്റെ സംസ്ഥാന ഗോഡൌൺ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. അതേസമയം തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ക്ഷേത്ര സമീപത്ത് സുരക്ഷാ ഓഡിറ്റിംഗ് ആവശ്യമാണെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേനടയ്ക്ക് സമീപത്തുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സംസ്ഥാന ഗോഡൌണിൽ പുലർച്ചെ 3:45ഓടെയാണ് തീപിടുത്തമുണ്ടായത്. ക്ഷേത്ര പരിസരത്ത് സുരക്ഷയ്ക്കായി ക്രമീകരിച്ചിരുന്ന CCTV ദൃശ്യങ്ങളിൽ തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ച കമാൻഡോസും ഫയർഫോഴ്സും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. നഗരത്തിൽ നിന്ന് 6 യൂണിറ്റ് ഫയർഫോഴ്സും നഗരത്തിന് പുറത്ത് വർക്കല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തിയാണ് 6:30ഓടെ തീയണച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. അതേസമയം അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അന്വേഷണം നടത്തേണ്ടത്. കളക്ടറോട് അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കുമെന്ന് പോസ്റ്റൽ ഡയറക്ടർ തോമസ് ലൂർദ് രാജും വ്യക്തമാക്കി. We will make detailed inquiry into that, vigilance inquiry, and we will, if there is any fault, I think we will take action against the officials at fault, and we will also ensure. ക്ഷേത്രത്തിന് സമീപം അനധികൃത നിർമ്മാണമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് മേയർ VK പ്രശാന്ത് അറിയിച്ചു. ഒരു ഫയർ ഓഡിറ്റിംഗും സുരക്ഷാ ഓഡിറ്റിംഗും നമുക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തിലെങ്കിലും നിർബന്ധമായി നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് നഗരസഭയ്ക്ക് തന്നെ ഉള്ളത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും 2 കമാൻഡോകൾക്കും പരിക്കേറ്റു. അതീവ സുരക്ഷാ മേഖലയായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മറ്റൊരു തീപിടുത്തം കൂടി കണക്കിലെടുത്ത് സംഭവത്തെ ഗൗരവത്തോടെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുറ്റിങ്ങൽ ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മെഡിക്കൽ കോളേജ് അലുമിനി അസോസിയേഷൻ നൽകിയ ധനസഹായം മുഖ്യമന്ത്രി വിതരണം ചെയ്തു. മരണമടഞ്ഞവരുടെ 21 ആശ്രിതർക്കും സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ച 21 പേർക്കുമാണ് 12 ലക്ഷം രൂപ ധനസഹായം നൽകിയത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ കുറവുകൾ നികത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമൊരുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിന്റെ 65ാമത് വാർഷികാഘോഷവും അലുമിനി അസോസിയേഷന്റെ വാർഷിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
തെക്കൻ കേരളത്തിലെ ഇന്ത്യൻ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘം ഭരണസമിതി പിരിച്ചുവിട്ടു. അഴിമതികൾ ചൂണ്ടിക്കാട്ടി CIT ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഭരണസമിതിക്കെതിരെ നടപടിയെടുത്തത്. സീനിയർ കോർപ്പറേറ്റീവ് ഇൻസ്പെക്ടർ S. ബിന്ദുവിനെ തെക്കൻ കേരളത്തിലെ കോഫി ബോർഡ് സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. തെക്കൻ കേരളത്തിലെ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘത്തിലെ 10 അംഗ ഭരണസമിതിക്കെതിരെയാണ് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ വ്യവസായ മന്ത്രിക്കും വ്യവസായ വാണിജ്യ ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു. സീനിയർ സഹകരണ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ധൂർത്ത്, അഴിമതി, സ്വജനപക്ഷപാതം, ബൈലോ നിയമങ്ങളുടെ ലംഘനം എന്നീ ആരോപണങ്ങൾ ശരിവെച്ചു. ഇന്ന് കോഫി ബോർഡ് ആസ്ഥാനത്ത് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥയെ രേഖകൾ പരിശോധിക്കുന്നതിൽ നിന്ന് ഭരണസമിതി അംഗങ്ങൾ ബലപ്രയോഗത്തിലൂടെ വിലക്കി. സംഭവ വികാസങ്ങൾ കണക്കിലെടുത്താണ് ഭരണസമിതി പിരിച്ചുവിട്ട സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ S. ബിന്ദുവിനെ സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചുകൊണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഉത്തരവിട്ടത്. 6 മാസമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി. പുറത്താക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് അടുത്ത 2 തവണ സംഘത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും നാമനിർദ്ദേശം സമർപ്പിക്കുന്നതിലും വിലക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.